എല്ലാവർക്കും നമസ്കാരം. മലയാളികൾ തന്നെ മലയാളികളെക്കുറിച്ച് കുറ്റം പറയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാം. ഒരിക്കൽ ഒരു സിനിമാ നടൻ ഒരു TV ചാനലിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുകയാണ്, മലയാളികൾ പൊതുവെ ജോലി ചെയ്യാൻ മടിയുള്ളവരാണെന്ന്. നമ്മുടെ നാട്ടിൽ ധാരാളം ജോലിയുണ്ട്, അതെല്ലാം ബംഗാളികൾ വന്നാണ് ചെയ്യുന്നതെന്ന്. വളരെ ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. മിമിക്രി ഫീൽഡിലൂടെ സിനിമയിലേക്ക് വന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറയുകയുണ്ട്. അപ്പോൾ അദ്ദേഹം മിമിക്രിയിൽ വരുന്നതിന് മുമ്പ് പെയിൻറ്റിങ് പണിക്ക് പോയിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു പെയിൻറ്റിങ് പണിക്ക് പോകണ്ട, നിങ്ങൾ മിമിക്രിയിൽ പോയിട്ട് അതിലൂടെ സിനിമയിലേക്ക് അങ്ങനെ പോയാൽ മതി എന്നുള്ളൊരു രീതിയായിരുന്നു ഭാര്യയ്ക്ക്. അപ്പോൾ പെയിൻറ്റിങ് പണി ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം മിമിക്രിയിലൂടെ സിനിമയിലേക്ക് വന്നത്. അദ്ദേഹമാണ് ഈ മലയാളികളെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ഒരിക്കൽ ഞാൻ എറണാകുളത്ത് കുറച്ച് നാൾ ജോലി ചെയ്യാൻ എനിക്കൊരു അവസരം ഉണ്ടായിരുന്നു. ഏജൻസി വഴിയാണ് പോയത്. ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് ഏജൻസിക്ക് 2000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 2000 രൂപ കൊടുത്ത് ഒരു ജ്യൂസ് കമ്പനിയിൽ ജോലിക്ക് കയറി. അപ്പോൾ അവിടെ കണ്ട കുറച്ച് കാഴ്ചകൾ ഞാൻ പറയാം. അപ്പോൾ ഫുഡും അക്കോമഡേഷനും പ്ലസ് സാലറി ഇതാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഫുഡെന്ന് പറയുന്നത് രാവിലെ ഫുഡില്ല, ഉച്ചയ്ക്ക് ഊണ്, വൈകിട്ട് ചായയില്ല, രാത്രി ഊണ്, ഇതാണ് ഫുഡ്. കൂടാതെ അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഒരു ഫ്ലോറിൽ 2 റൂം, ഒരു ചെറിയ സ്റ്റോർ റൂം, ഒരു ടോയ്ലറ്റ്. 10-12ഓളം മലയാളികളിവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. കൂടാതെ തുണി അലക്കാനും കുളിക്കാനുമായിട്ട് മുകളിൽ ടെറസിൽ ഒരു ടാങ്ക് വെച്ചിട്ട് അവിടെ ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട്. അവിടെ മലയാളികളാണ് ജോലി ചെയ്യുന്നത്. കൂടാതെ പാലക്കാട് നിന്നും കോഴിക്കോട് നിന്നും കൊല്ലത്തു നിന്നും കായംകുളത്തു നിന്നും കാസർഗോഡ് നിന്നും ഒക്കെയുള്ള മലയാളികളാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഏതാണ്ട് ബംഗാളികളെപ്പോലെ തന്നെയാണ് അവരും ഇവിടെ ജോലി ചെയ്യുന്നത്. സ്വന്തം നാട്ടിൽ ബംഗാളികളെപ്പോലെ ജോലി ചെയ്യേണ്ട ഒരു മലയാളിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ആ ഒരു അവസരത്തിലാണ് ഇങ്ങനെ ഒരു മഹാനടൻ ഇവിടെ ഇരുന്നുകൊണ്ട് മലയാളികൾ പൊതുവെ ജോലി ചെയ്യാൻ മടിയുള്ളവരാണെന്ന് പറയുന്നത്. ശരിക്കും പറയാൻ നമുക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് എനിക്കറിയത്തില്ല. ഇനി മറ്റൊരു കാര്യം പറയാം. നമ്മുടെ കേരളത്തിൽ ധാരാളം കാറ് കമ്പനികളും ബൈക്ക് കമ്പനികളും ഒക്കെയുണ്ട്. അവിടെയൊക്കെ ജോലി ചെയ്യുന്നവരെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? കൂടുതലും എൻജിനീയറിങ്ങിന് പോയ കുട്ടികൾ, ഡിഗ്രിയും PG ഒക്കെ പഠിച്ചിറങ്ങിയ കുട്ടികൾ, ഒരുപാട് പേര് ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളാണത്. അവർക്ക് മാസം തോറും ടാർജറ്റ് കൊടുക്കും, ഇത്ര വണ്ടികൾ വിറ്റ് കൊടുക്കണം. അത് വിറ്റില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് പ്രഷർ വരും. അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ജോലി ചെയ്യുന്ന അനേകം മലയാളികൾ ഈ കേരളത്തിലുണ്ട്. പൊതുവേ നമുക്കൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അത് പൊതുവേ എല്ലാ രാജ്യത്തും ഉള്ളവരുടെ ആഗ്രഹമാണത്. ഗവൺമെൻറ് ജോലി എന്ന് പറയുമ്പോൾ സേഫാണ്. മാസം കൃത്യമായ ശമ്പളം, റിട്ടയർമെൻറ്റ് ലൈഫിൽ പെൻഷൻ, സുഖജീവിതം. അപ്പം മറ്റൊന്നിനെയും കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. ആരും നമ്മളെ വന്ന് പറഞ്ഞു വിടത്തില്ല. പ്രൈവറ്റ് ഫേം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഏത് നിമിഷവും ആ ജോലി നമുക്ക് നഷ്ടപ്പെടാം. ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥന് നമ്മളെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ വന്നിട്ട്, ഓണറിനായാലും നമ്മുടെ പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉടനെ വന്നിട്ട് നമ്മളെ അങ്ങ് പറഞ്ഞു വിടുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതോടെ അന്ന് വരെ ഒരു മലയാളി ചെയ്തുകൊണ്ടിരുന്ന ആ ജോലി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന ആർക്കാണ് ഇത് മനസ്സിലാവുന്നത്? ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ തന്നെ എടുക്കാം. അവിടെ കൂടുതലും മലയാളികളാണ് ജോലി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് മലയാളികൾ അവിടെ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ സ്വന്തം ചിലവൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലൊരു 10,000-15,000 ഒക്കെ കൊടുക്കാൻ സാധിക്കുന്ന ഒരു ജോലി ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ മലയാളികളെല്ലാം ഇവിടെ ജോലി ചെയ്യില്ലേ? അപ്പോൾ ഇവിടെ ജോലി സാധ്യതകൾ കുറവായത് കൊണ്ടല്ലേ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയി ജോലി ചെയ്യാൻ അവർ നിർബന്ധിതരാകുന്നത്. അവിടെ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ക്യാമ്പുകൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ ബംഗാളികൾ വന്ന് കിടക്കുന്നതിനേക്കാളും ദയനീയമായിട്ടുള്ള സ്ഥിതിയിലാണ് അവർ അവിടെ ജോലി ചെയ്യുന്നത്. അവരുടെ അക്കോമഡേഷനും
ഫുഡൊക്കെ സ്വന്തമായിട്ട് രാവിലെ ഇറങ്ങിപ്പോകുന്ന മലയാളി തന്നെ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. ഹോട്ടലിൽ പോയി കഴിക്കാൻ പോയാൽ ആ പൈസ തികയില്ല. അങ്ങനെയൊക്കെയുള്ള കഷ്ടതയിൽ ജീവിക്കുന്ന വ്യക്തികളാണ് മലയാളികൾ. ഇപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് നാൾ അവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവിടെ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറയുന്നത് മലയാളികളെ ആർക്കും കണ്ടുകൂടാ. കാര്യം മലയാളികളെല്ലാം മോശക്കാരാണെന്ന് അവർ പറയുന്നത്. ഇപ്പോൾ ഒരു നേപ്പാളിയെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരിക്കും. അവർ പരസ്പരം ഹെൽപ്പ് ചെയ്യും, ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഫിലിപ്പീനികൾ, പാകിസ്ഥാനികൾ, പഞ്ചാബികൾ, ഇവരൊക്കെ അവർ പരസ്പരം അവരുടെ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ എന്ത് സഹായവും അവർ ചെയ്തു കൊടുക്കും. പക്ഷെ ഒരു മലയാളിക്ക് വേണ്ട രീതിയിലുള്ള ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറില്ല. എത്രത്തോളം അടുത്തവരാണോ, ഏറ്റവും അടുത്ത ബന്ധുക്കളാണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ, അല്ലാതെ അവർ ചെയ്യാറില്ല. അങ്ങനെ ഒരു രീതി കണ്ടുവരുന്നുണ്ട്. അതെന്താണെന്ന് വ്യക്തമല്ല. അതിനൊരു വാക്ക് പലരും പറയുന്നുണ്ട്. പാര വയ്ക്കുന്ന രീതി മലയാളിക്ക് കൂടുതലാണെന്ന് പലരും പറയുന്നുണ്ട്. അത് ശരിയോ തെറ്റോ എന്നെനിക്കറിയില്ല. ഇപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു കുട്ടിക്ക് രോഗം വന്നപ്പോൾ ഏതാണ്ട് ചികിത്സയ്ക്കായിട്ട് 12 കോടിയോളം രൂപ ആവശ്യം വന്നു. അത് നമ്മൾ മലയാളികൾ തന്നെയല്ലേ സ്വരൂപിച്ചു കൊടുത്തത്. അപ്പോൾ മലയാളികളെക്കുറിച്ച് നമ്മൾ അഭിമാനിക്കേണ്ട ഒരു നാടാണ് നമ്മുടെ നാട്. അല്ലാതെ പരസ്പരം കുറ്റം പറഞ്ഞ് അങ്ങനെ ജീവിക്കേണ്ട ഒരു കാര്യം നമുക്കില്ല. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെയേറെ മാരകമായ രോഗങ്ങൾ, പിന്നെ ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പെട്രോൾ വില, സാധന വില, ഇതിലൊക്കെ പിടിച്ചു നിൽക്കാൻ ഒരു മലയാളിക്ക് കഴിയണ്ടേ? അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർ പറഞ്ഞു തരിക, കാശുള്ളവർ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അല്ലാതെ കുറ്റം പറഞ്ഞിട്ട് മലയാളിയെ അവഹേളിക്കുന്ന ഒരു രീതിയിൽ നിന്നൊക്കെ നമ്മൾ മാറേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. എല്ലാ മലയാളികൾക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. നന്ദി.